ഈ ഒരു ഗ്യാസ് ഷോർട്ടേജ് ഉള്ള ടൈമിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയതുമായിട്ടുള്ള കറികളുടെ റെസിപ്പിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ആദ്യം തന്നെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ കുക്കറിലേക്ക് കുറച്ച് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 സവാള നൈസായി അരിഞ്ഞത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി ആവശ്യത്തിന്, പിന്നെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം, ഗരം മസാല പൗഡർ, കുരുമുളക് പൊടി, പിന്നെ ഞാനിവിടെ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു തക്കാളി വലുതായി അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, ഇത്രയും കൂടി ചേർത്ത് നല്ലതുപോലെ കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് ഇട്ട് വേവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടച്ചു വെച്ച് ഒരു 3-4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഏറ്റവും അവസാനം മല്ലിയിലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണ്. ഇനി അടുത്തതൊരു ഉരുളക്കിഴങ്ങ് കറി തയ്യാറാക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഈ ഒരു ടൈമിൽ 2 സവാള നൈസായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് വരുന്നതിന് വേണ്ടി ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്തത്. ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. കറി ലീവ്സ് ചേർത്ത് കൊടുക്കാം. ഇനി പൊടികൾ ഓരോന്നായിട്ട് ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി ആവശ്യത്തിന്, പിന്നെ കുറച്ച് ഗരം മസാല പൗഡറും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഒരു 3 ഉരുളക്കിഴങ്ങാണ് ചേർക്കുന്നത്. അപ്പോൾ ചെറിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ടാണ് 3 എടുത്തത്. വലുതാണെങ്കിൽ 2 മതി കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് കുറുകിയിരിക്കുന്ന ഒരു കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളമാണ് ചേർത്തത്. ഏറ്റവും അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് 3-4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ സ്പൂൺ വെച്ച് ഉടച്ചെടുക്കണം കേട്ടോ. ഉടച്ചെടുത്താൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗോതമ്പ് ദോശയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഇനി അടുത്ത കറിക്കായിട്ട് കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തുവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവാള, കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ മതി. പിന്നെ 2 ടേബിൾ സ്പൂണോളം സാമ്പാർ പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പോളം വെള്ളമാണ് ചേർത്തത്. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു പരിപ്പ് മുകളിലോട്ട് വരാതിരിക്കുന്നതിന് വേണ്ടി സ്പൂൺ ഇട്ട് കൊടുത്ത് 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പരിപ്പ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്നുകൂടി ഉടച്ചു കൊടുക്കാം. അപ്പോൾ ക്യാരറ്റും പരിപ്പും എല്ലാം ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കാം. ഇനിയിപ്പോൾ താളിക്കുന്നതിന് വേണ്ടിയാണ് കറിവേപ്പിലയും വത്തൽമുളകും പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഈ ഒരു ടൈമിലാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. കുക്കറിൽ നമ്മൾ ആ പരിപ്പ് വേവിക്കുമല്ലോ, ആ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുമ്പോഴായിരിക്കും കേട്ടോ. എല്ലാം കൂടി 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴന്ന് വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റിവെച്ച ആ ഒരു വേവിച്ച പരിപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് 1 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നല്ലതുപോലെ കുറുകിയായിരുന്നു കറി ഇരുന്നത്. ഏറ്റവും അവസാനം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചൂടോട് കൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഇനി അടുത്തത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കറിയാണ്. ഇതിനായി ഗ്രീൻ പീസ് സോക്ക് ചെയ്തത് കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ വേണ്ടത് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തത്, വെളുത്തുള്ളി ഒരു 4 അല്ലി, പച്ചമുളക്, പിന്നെ കറിവേപ്പില, ആവശ്യത്തിന് വെള്ളം, 1 കപ്പ് വെള്ളമാണ് ചേർത്തത്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ സോക്ക് ചെയ്ത് വെച്ച കാഷ്യൂനട്ട് ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. കാഷ്യൂനട്ടിന് പകരം കോക്കനട്ട് ആയാലും മതി. പിന്നെ ജീരകം, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി, ഇത്രയും ചേർത്തിട്ടാണ് ഒരു മസാല അടിച്ചെടുത്തത്. അപ്പോൾ ഗ്രീൻ പീസ് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. പിന്നെ നമ്മൾ അരച്ച് വെച്ച ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അവസാനം കടുക് പൊട്ടിച്ചതും കൂടി ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്ത കറിയുടെ റെസിപ്പിക്കായിട്ട് കുക്കറിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് പെരിഞ്ജീരകം കൊണ്ട് ഒരു 1/2 ടീസ്പൂൺ, 2 സവാള നൈസായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കറിൽ തയ്യാറാക്കുന്ന ഒരു മുട്ടക്കറിയാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. സവാള വഴന്ന് വരുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ദാ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പം ഇതിലേക്ക് കുറച്ച് പച്ചമുളക്, കറിവേപ്പില, തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഉരുളക്കിഴങ്ങും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കറിയിൽ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇത്രയാണ് ചേർക്കുന്നത്. പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദാ ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുട്ട പുഴുങ്ങി വെച്ചതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറി റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു ടൈമിൽ കറിയിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ്. 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ദാ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.